ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ചധികം ടിപ്സുകളും ട്രിക്കുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ കുറച്ച് അധികം ഇറച്ചിയൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് കുറച്ചധികം ഉള്ളിയൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളി തൊലിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണുനീര് വരാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ട്രിക്കാണ്. നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തൊലിക്കുന്ന സമയത്ത് നമ്മൾ തൊലിക്കുന്ന ആരംഭത്തിൽ തന്നെ ഒരു ഉള്ളി എടുത്ത് ഈ പിച്ചാത്തിയുടെ തുമ്പിലൊന്ന് ഇതുപോലൊന്ന് താഴ്ത്തി വെച്ചിട്ട് നിങ്ങൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണൊന്നും നീറത്തില്ല, കണ്ണുനീര് എരിഞ്ഞ് കണ്ണുനീരും വരത്തില്ല. എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് തൊലിച്ചെടുക്കാവേ. നല്ലൊരു ട്രിക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീര് എരിയുമില്ല, കണ്ണുനീര് വരത്തുമില്ല. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ഉള്ളി തൊലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അരിയുന്ന കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം സവാളയും ചെറിയ ഉള്ളിയും സെപ്പറേറ്റ് നമുക്ക് ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിരുന്ന എത്ര നാൾ വേണമെങ്കിലും അതങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് ചിക്കനും ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് ആവശ്യാനുസരണം എടുത്ത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും അത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് ചെറിയുള്ളിയും നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ച് സൂക്ഷിക്കാറില്ല. അതുപോലെ തന്നെ ചുമ്മാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് ഇതുപോലെ കഴുകി ബോക്സിനകത്ത് ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര സമയം വേണമെങ്കിലും എത്ര മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയുള്ളിയും പ്രത്യേകം ഒരു ബോക്സിനകത്താക്കി എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതും എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കുക. പെട്ടെന്ന് നമുക്കൊരു വറക് താളിക്കണമെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് നമുക്ക് അരിഞ്ഞ് വറക് താളിക്കാം. അതുപോലെ തന്നെ ചിക്കനൊക്കെ പെട്ടെന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ജോലിഭാരം കുറഞ്ഞ് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ ഉള്ളിയൊക്കെ നമുക്ക് തൊലിച്ച് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇഞ്ചി സെപ്പറേറ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് അരച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇഞ്ചി ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇഞ്ചി ഞാൻ മൊത്തത്തിൽ കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഇഞ്ചി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയെ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി മൊത്തം നന്നായിട്ട് നിന്ന് അരച്ചെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് ഒരു ബോക്സിനകത്ത് ആക്കിയിടാതെ നമുക്ക് ഒരു കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ബോളുകളാക്കി സൂക്ഷിച്ചാൽ നമുക്ക് നല്ല ഒരു എളുപ്പമാണ് കേട്ടോ. നല്ല എളുപ്പ വഴിയാണ്. ഈ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിലിട്ട് ബോളുകളാക്കിയിട്ട് നമ്മളൊരു നിരപ്പായ ഒരു കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നായിട്ട് വെച്ച് കൊടുക്കരുത്. നിരത്തി തന്നെ ഒന്നിനൊന്നും തൊടാതെ സ്പേസ് വിട്ടിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല എളുപ്പമാണ് കേട്ടോ. ഒരു അരമണിക്കൂറിന് മുമ്പ് നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ചിക്കൻ കഴുകി വൃത്തിയൊക്കെ ആക്കുന്ന സമയത്ത് ഈ കട്ടയും നന്നായിട്ട് അലിഞ്ഞ് കിട്ടുകയെ. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് വശക്കി എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ചെറിയ ബോൾസുകളാക്കി നമുക്ക് നല്ല പരന്ന കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് കടലക്കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്നൊന്ന് താളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നെ കിടന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും തൊലിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു അരമണിക്കൂറിന് മുമ്പ് വെളിയിലെടുത്ത് വെച്ചാൽ നല്ല കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഒരു ഇഞ്ചിയുടെ ഒരു ബോളും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒരു ബോളും നമ്മൾ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇത് അരച്ച് നമ്മൾ ഉരുട്ടിയതിന് ശേഷം പെട്ടെന്ന് അതിൻ്റെ മണവും ഗുണമൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്തായിരുന്നാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് അലിയിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി അടച്ച് ഫ്രീസറിൽ തന്നെ വീണ്ടും സൂക്ഷിക്കുക കേട്ടോ. നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ജോലിഭാരം പകുതി നമുക്ക്
കുറഞ്ഞ് കിട്ടും. നല്ല എളുപ്പമായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്തത് നമുക്ക് നമ്മുടെ ശരിക്കും ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ, നമ്മുടെ കണ്ണ് നീറാനും പിന്നെ അടുക്കളയിലൊക്കെ നിന്ന് നമുക്ക് ചെയ്യുമ്പോൾ ഈ ഉഷ്ണ സമയത്തൊക്കെ നന്നായിട്ട് വിയർക്കും. അപ്പോൾ ഫാനിൻ്റെ മൂട്ടിലൊക്കെ പോയിരിക്കണമെന്ന് വിചാരിച്ച് നമുക്ക് പറ്റില്ല, ഉള്ളിയല്ലേ പറന്ന് പോകുമെന്നുള്ള വിചാരത്തിൽ നമ്മൾ പോയിരിക്കില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ഫാന് ഇട്ടതിന് ശേഷം ഈ ഉള്ളിയായിരുന്നാലും വെളുത്തുള്ളിയായിരുന്നാലും സവാളയായിരുന്നാലും കവറിനകത്ത് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ മടിയിൽ വെച്ചോ സ്റ്റാൻഡിൽ വെച്ചോ ഇതുപോലെ കവറിനകത്തോട്ടാക്കി ഇതുപോലെ ഒന്ന് തൊലിച്ചെടുക്കും. ഒട്ടും തന്നെ തൊലികളൊന്നും പറന്നു പോവില്ല കേട്ടോ. ഒരു വൃത്തികേടും ആവില്ല നമ്മൾ ഇരുന്ന് തൊലിക്കുന്ന ഭാഗം. മറ്റത് നമ്മൾ ഫാനിട്ടിട്ട് നമ്മൾ മുറത്തിലൊക്കെ വെച്ച് നീറ്റാക്കി എടുക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിയുടെ തോലൊക്കെ മൊത്തം അവിടെ പറന്ന് കളിക്കാറാണ് പതിവ് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫാനിൻ്റെ കാറ്റും കിട്ടും, നമ്മൾ വേർക്കത്തുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാം. ഒരു ഉള്ളിത്തോല് ഒന്നും പറന്ന് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കാണ്. അപ്പോൾ ഇനി അടുത്തത് കുറച്ച് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം ക്യാരറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ അത്രയും ചീഞ്ഞളിഞ്ഞൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ടിപ്പാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ മൂടും തലയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പീല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പീല് ചെയ്താലും അത് കുറേ കാലം ഇരിക്കും, പീല് ചെയ്താലും നല്ലതാണ്. പക്ഷേ നമ്മൾ സമയത്തെടുത്ത് ഒന്ന് പീല് ചെയ്ത് കളഞ്ഞാൽ മതിയേ. അപ്പോൾ അതെന്താ ക്യാരറ്റ് മൊത്തവും കഴുകിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈർപ്പമൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒരു ടർക്കി വെച്ച് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഈർപ്പം ഒട്ടുമേ കാണരുതേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എയർ കണ്ടെയ്നറിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. ഒന്നും ചീഞ്ഞു പോകത്തില്ല. നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുന്ന ക്യാരറ്റ് മൊത്തം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. കഴുകിയതിന് ശേഷം മൂടും തലപ്പും കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ പിച്ചാത്തിയും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിനകത്ത് കൊള്ളുന്ന തരത്തിൽ മുറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രമപ്പെടുത്തി ഒന്ന് അടച്ച് വെച്ച് നോക്കൂ. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്. ഒട്ടും തന്നെ ചീഞ്ഞു പോകാതെ നമുക്ക് വാങ്ങിക്കുന്ന ക്യാരറ്റ് മൊത്തം ഫലപ്രദമായിട്ട് കിട്ടുകയെ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയേ. അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ കുറച്ചധികം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇതുപോലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പരിധി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറേയൊക്കെ അതൊന്ന് ചളിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ആദ്യം മുളക് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഈർപ്പം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ടർക്കിയൊക്കെ വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നെട്ട് ഒന്ന് ഇറുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എയർ കണ്ടെയ്നറായിട്ടുള്ള കുപ്പികളിലോ ഇതുപോലെയുള്ള ജാറുകളിലോ അടച്ച് വെച്ചിരുന്നാൽ എത്ര മാസം വേണമെങ്കിലും കേടുകൂടാതിരിക്കുകയെ. നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ അടച്ച് തന്നെ വെച്ചിരിക്കുക. ഒരു മുളക് പോലും ചീഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ടിപ്പാണ് ഇത്. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറേ കാലം കേടുകൂടാതിരിക്കും കേട്ടോ. അടുത്തത് അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോയൊക്കെ കുറച്ചധികം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കെയർലെസ് ആയിട്ട് വാങ്ങിച്ച പടുതി തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറേയൊക്കെ അങ്ങ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാനാണ് ആദ്യം ടൊമാറ്റോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ടവലിൽ ഇതുപോലെ അതിൻ്റെ ഈർപ്പം മൊത്തം തുടച്ച് മാറ്റുക. എന്നിട്ട് പരന്ന എയർ കണ്ടെയ്നറായിട്ടുള്ള പ്ലാസ്റ്റിക് ഡപ്പയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഏതിലെങ്കിലും വെക്കുന്ന ഏത് പാത്രത്തിലായിരുന്നാലും നമ്മൾ ഇതുപോലെ തുടച്ചിട്ട് ഈ ഞെട്ട് അതിൻ്റെ അടിഭാഗത്ത് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ക്രമപ്പെടുത്തി വെക്കുക കേട്ടോ. നന്നായിട്ട് ഒന്നിൻ്റെയും നെറ്റ് മീതെ വരരുത്, കമഴ്ത്തി തന്നെ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കി എത്ര മാസം വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ബാക്കി വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടിപ്പാണേ.
ഇനി നമ്മൾ വീട്ടിലൊക്കെ ചിക്കനൊക്കെ വാങ്ങിക്കാറില്ലേ, ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവില്ല, ഒരു ബാഡ് സ്മെല്ല്. പിന്നെ അതൊക്കെ മാറി കിട്ടാനും നല്ല രക്തക്കറയൊക്കെ മൊത്തത്തിൽ പോയി കിട്ടാനും ഉള്ളൊരു ടിപ്പാണ്. ആദ്യം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അള്ളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് കളയും. എല്ലാ കഷ്ണത്തിൻ്റെയും അള്ളൊക്കെ നന്നായിട്ട് വലിച്ച് കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുക്കുകയെ. അതിനുശേഷം നമ്മൾ 3-4 വെള്ളം കഴുകിയിട്ട് നമ്മൾ സാധാരണ വെള്ളം 7-8 വെള്ളം കഴുകി അങ്ങ് എടുക്കാറില്ലേ പതിവ്. പക്ഷേ ഇത് 3-4 വെള്ളം കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴുകി നോക്കിയേ. അപ്പോൾ അതായത് ഇതുപോലെ ഹാർട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, കൂമ്പ് അതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് ഒന്ന് പുലർന്നതിന് ശേഷം ഇതിൻ്റെ അടിയിലൊക്കെ കട്ട രക്തം കാണും കേട്ടോ, അതൊക്കെ നീക്കം ചെയ്യുക. അങ്ങനെ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുന്ന സമയത്ത് ഒരു 2 പിടി ഉപ്പ് ഇട്ട് നോക്കി ഒന്ന് ഞെരടി കഴുകി നോക്കിയേ. എത്ര കഴുകിയ ചിക്കനായിരുന്നാലും അല്ല ബീഫായിരുന്നാലും അതിൽ നിന്ന് വീണ്ടും രക്തം വരുന്നത് കാണാം കേട്ടോ. ബ്രോയിലർ കോഴിയൊക്കെ ആകുമ്പോൾ എത്ര കഴിയാലും ഒരു ബാഡ് സ്മെല്ല് നമ്മൾ മണപ്പിച്ച് നോക്കുമ്പോൾ കാണും. അത് ഈ ഉപ്പിട്ട് വിരവിയാൽ കാണില്ല കേട്ടോ. ഉപ്പിട്ട് വിരവിയിട്ട് പിന്നെ 3-4 വെള്ളം കഴിയതിന് ശേഷം നമ്മൾ അത് പിഴിഞ്ഞ് ഒന്നെടുത്ത് നോക്കൂ, നല്ല നീറ്റായി കിട്ടും നമുക്ക്. പിന്നെ ആ സ്മെല്ലേ കാണില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ഒരു 2 പിടി ഉപ്പും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടി കഴിയുന്നുണ്ട്. എന്നിട്ടൊരു 3-4 വെള്ളവും കൂടി കഴുകിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചിക്കനൊക്കെ കഴുകിയ വെള്ളം നിങ്ങൾ ഒരു കാരണവശാലും വെളിയിൽ കളയരുത് കേട്ടോ. തെങ്ങിൻ്റെ മുട്ടിലുണ്ടെങ്കിൽ തെങ്ങിൻ്റെ മുട്ടിലും ഒഴിക്കാം. പിന്നെ വാഴയുടെ മുട്ടിലോ കരിയിപ്പലയുടെ മുട്ടിലോ റോസ് പൂത്ത് വരുന്ന റോസിൻ്റെ മുട്ടിലൊക്കെ ഒഴിച്ച് നോക്കും. പ്രാന്ത് പിടിച്ച് പൂക്കും, നല്ല കളറും ആയിരിക്കും. അതുപോലെ തന്നെ കരിയിപ്പലയൊക്കെ നല്ല തഴച്ച് വളരും കേട്ടോ. വാഴയ്ക്ക് കൊണ്ടൊഴിച്ചു കൊടുത്താലും വാഴയൊക്കെ നന്നായിട്ട് കുലച്ചിട്ട് നല്ല വലിയ കുല വീഴും കേട്ടോ. അത്രയ്ക്കും നല്ലതാണ് ഈ രക്തക്കറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിൽ ഉപ്പും കൂടി ചേർത്തതായതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഒരിതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് ചെടിക്ക് ഒഴിക്കാറാണ് പതിവേ. അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് നീറ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഒട്ടും തന്നെ ബ്ലഡോ ഒന്നുമില്ല, ആ ബാഡ് സ്മെല്ലും പോയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് അച്ചപ്പം ചുടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ച് വേണമല്ലോ. അപ്പോൾ അച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കും. പക്ഷേ അത് പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയാൽ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മുട്ട പോലെ ഇളവി വരും കേട്ടോ. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം നമ്മൾ തിളച്ച കഞ്ഞിവെള്ളം ഊറ്റിയെടുത്തിട്ട് അതൊന്ന് ആറിയതിന് ശേഷം അതിൽ താഴ്ത്തി വെക്കുക കേട്ടോ. ഒരു 3 ദിവസത്തോളം അതിൽ തന്നെ ഇട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ അച്ച് വെളിയിലെടുത്തിട്ട് നന്നായിട്ട് ലിക്വിഡോ സോപ്പോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൽ ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒരു ടർക്കിയെ വെച്ചോ തോർത്ത് വെച്ചോ നന്നായിട്ട് ഈർപ്പമൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് ഏത് ഓയിൽ ഉണ്ടോ ആ ഓയിൽ നമുക്ക് ഓയിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഏതെങ്കിലും നല്ലെണ്ണ ആയിരുന്നാലും മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് പുരട്ടുക, അകവും പുറവും എല്ലാം നന്നായിട്ട് പുരട്ടി എടുക്കുക. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഇത്തിരി കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഒരു പോളിത്തീൻ കവറിനകത്താക്കിയിട്ട് കമ്പിയുടെ ഭാഗത്ത് വെച്ച് ഇതുപോലെ കവറൊന്ന് ചുരുക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒന്ന് തൂക്കിയിടുകയോ അല്ലെങ്കിൽ കിച്ചൺ കബോർഡിലൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അച്ചപ്പം എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ അച്ചപ്പം നല്ല പൂ പോലെ ഇളവി വരും കേട്ടോ. നല്ലൊരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.